Hi everybody, VAC, Value Added Courses for Science. Paper name is Framing Perspectives, Literary and Cultural Narratives for Science, Semester 4. So when we come to this paper, today we are going to discuss the chapter I Am a Cat. I Am a Cat. When we come to this chapter, it's clear that this is a movie, a Japanese film. ഇതൊരു ജപ്പനീസ് സിനിമയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു നോവലാണ്. ഐ ആം എ കാറ്റ് എന്ന് പറയുന്ന നോവൽ. അത് എഴുതിയിട്ടുള്ളത് നറ്റ്സുമി സോസക്കി എന്ന് പറയുന്ന ജപ്പനീസ് റൈറ്റർ, നോവലിസ്റ്റ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഐ ആം എ കാറ്റ് എന്ന് പറയുന്ന ഒരു നോവൽ 1975 സിനിമയായിട്ട്, സിനിമാറ്റിക് വേർഷനായിട്ട് ഇറക്കി. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫിലിമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് കോൺ ഇച്ചിക്കാവ. സോ ഇദ്ദേഹം ജപ്പനീസ് ഫിലിം ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, സ്ക്രീൻ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം മനോഹരമായൊരു ചിത്രമായിട്ടാണ് ഈ ഒരു നോവലിനെ മാറ്റിയിട്ടുള്ളത്, അദ്ദേഹം ഫിലിം വേർഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി എന്താണ് ഇതിൽ പറയുന്നത്? ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഐ ആം എ കാറ്റ്. നമുക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ പലതരം പെറ്റ്സിനെ വളർത്താറുണ്ട്. അതിൽ ഒന്നാണ് പൂച്ച എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ പൂച്ചാണ്ടികൾ നിങ്ങളോടൊപ്പം ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുമെങ്കിലും ശരിക്കും ഞങ്ങൾ ശരികളാണ്. ഞങ്ങളിങ്ങനെ ഭാഷയിൽ സംസാരിക്കുന്നത് മാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ല. അങ്ങനെയല്ല, എന്തേലും ആവട്ടെ. രാത്രിയുടെ ഏകാന്തതകളിലും കുളിമുറികളിലും നിങ്ങൾ നിരീക്ഷണത്തിലാണ്. മാമയോടും തോന്നല്ലേ, ജോലിയിൽ സിൻസിയറായി പോയി. വാതിലുകൾ അടച്ചിട്ടാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. സീലിംഗ് പൊളിച്ചും കണ്ണാടികളിലൂടെയും ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കും. ഞങ്ങൾ ഭയങ്കര സംഭവങ്ങളാണ്. ഞങ്ങളുടെ കണ്ണുകളും തലകളും ചെന്നെത്താത്ത സ്ഥലങ്ങളില്ല. വീഡിയോ എടുത്തോണ്ടിരിക്കണേ. വി ആർ നോട്ട് പീക്കേഴ്സ്, വി ആർ സിയാഡീസ്. ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചത്, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പൂച്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര ഒബ്സർവേഷനുള്ള ഒരു ആനിമലായിട്ട് നമ്മൾ പറയാറുണ്ട്. ചുറ്റിലും കാണുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ, കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന, നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന, ഭയങ്കര ഒബ്സർവേഷൻ പവറുള്ള ആനിമൽസിലൊന്നായിട്ട് പൂച്ചകളെ നമ്മൾ പെടുത്താറുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്ക് പഠിക്കാൻ ഈ ഒരു ചാപ്റ്ററിലും അതാണ് പറയുന്നത്. അതായത് ഐ ആം എ കാറ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു പൂച്ച എന്ന് പറയുമ്പോൾ, ഈ പൂച്ചയാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. പൂച്ച കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ പൂച്ചകളെ കാണാറുണ്ടായിരിക്കും, പൂച്ച മത്തിത്തലയുമായിട്ട് പോണതും, അല്ലെങ്കിൽ മീൻ വണ്ടി വരുന്ന സമയത്ത് പിന്നാലെ വരുന്നതും, അത് മ്യാവു എന്ന് പറഞ്ഞ് പിന്നാലെ കൂടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. പൂച്ചകൾ നമ്മളെ കണ്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും, നമ്മളെ ഒബ്സർവ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയിൽ പൂച്ചകൾ മനുഷ്യരെ ഒബ്സർവ് ചെയ്യുകയാണ്, മനുഷ്യന് ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണ്, ചുറ്റുപാടുകളെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ഫിലോസഫിക്കൽ സറ്റൈറിക്കൽ ഫിലിമാണ്. പൂച്ചകളുടെ പേഴ്സ്പെക്റ്റീവിൽ മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യൻ്റെ ആ ഒരു ഹിപ്പോക്രസി, മനുഷ്യൻ്റെ കുറേയധികം നാട്യങ്ങൾ, അഭിനയങ്ങൾ, പൊങ്ങച്ചം, അഹങ്കാരം, ഇങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങളെ വളരെയധികം ഹ്യൂമറസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന, നെറേറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഐ ആം എ കാറ്റ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് ഒരു സറ്റൈറിക്കൽ ഫിലോസഫിക്കൽ മൂവിയാണ്. നെറേറ്റ് ചെയ്യുന്നത് പൂച്ചയാണ്. എന്തൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ദാറ്റ് മീൻസ് ദ മൂവി. സി, കാറ്റ് ബിക്കംസ് ദ നറേറ്റർ. എ സ്മോൾ സ്ട്രീറ്റ് കാറ്റ് ഫൈൻഡ്സ് എ ഹോം ഇൻ എ ടീച്ചേഴ്സ് ഹൗസ്. അപ്പോൾ ഒരു സ്ട്രീറ്റ് കാറ്റ് അതൊരു ടീച്ചറിൻ്റെ, ഒരു അധ്യാപകൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ദ കാറ്റ് ഡസ് നോട്ട് ഹാവ് എ നെയിം. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല പൂച്ചയ്ക്ക്. ഫ്രം നൗ ഓൺ ദ കാറ്റ് ടെൽസ് ദ സ്റ്റോറി ആൻഡ് ഷെയർസ് ഇറ്റ്സ് തോട്ട്സ് അബൌട്ട് ഹ്യൂമൻസ്. പക്ഷെ അതുമുതൽ ഈ പൂച്ച പിന്നീട് പറയുന്നത് ആ പൂച്ച കാണുന്ന മനുഷ്യരുടെ കഥയാണ്. അതായത് ഈ പറയുന്ന അധ്യാപകൻ്റെ വീട്, ആ അധ്യാപകൻ്റെ ഫ്രണ്ട്സ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളാണ് പിന്നീട് ആ പൂച്ച പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കഥയിലെ നെറേറ്റർ എന്ന് പറയുന്നത് ഈ പൂച്ചയാണ്. ദ കാറ്റ് ഈസ് ക്ലെവർ, ഫണ്ണി, സർക്കാസ്റ്റിക് ആൻഡ് വെരി ഒബ്സർവൻറ്റ്. അപ്പോൾ വളരെയധികം ക്ലെവറായിട്ടുള്ള, ഫണ്ണി ആയിട്ടുള്ള, സർക്കാസ്റ്റിക് ആയിട്ടുള്ള, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഇതിലെ പൂച്ച. ടീച്ചേഴ്സ് ഇൻട്രൊഡക്ഷൻ. ദ ടീച്ചർ ലിവിങ് ഇൻ ദ ഹൗസ് ഈസ് കുഷാമി സെൻസെ.
അപ്പോൾ കുഷാമി സെൻസെ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ആൻഡ് ഹീ ഈസ് സ്മാർട്ട് ബട്ട് ആൾസോ പ്രൗഡ്, ലേസി, ഈസിലി ഇറിറ്റേറ്റഡ് ആൻഡ് സംടൈംസ് ഷാലോ. അപ്പോൾ അദ്ദേഹം സ്മാർട്ടൊക്കെയാണ്, എന്നാൽ പോലും അദ്ദേഹം ഭയങ്കര പ്രൗഡാണ് എന്ന രീതിയിൽ ഭയങ്കര പ്രൈഡും അതുപോലെ തന്നെ ലേസിനെസ്സും ഒക്കെ ആയിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈസിലി ഇറിറ്റേറ്റഡ്, പെട്ടെന്ന് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവുന്ന, അതുപോലെ തന്നെ ആൻഡ് സംടൈംസ് ഷാലോ, പല സമയത്തും ഒതുങ്ങി ഒക്കെ നിൽക്കുന്ന ഒരു ഇൻട്രോവേർട്ടിനെ പോലെയൊക്കെ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിൽ പറയുന്നത്. ഹി തിങ്സ് ഹൈലി ഓഫ് ഹിംസെൽഫ് ബട്ട് ആക്ച്വലി ഫീൽസ് ഇൻസെക്യൂർ ഇൻസൈഡ്. അപ്പം അദ്ദേഹം തന്നെ വലിയ സംഭവമായിട്ടൊക്കെ പറയുന്നു, പക്ഷേ തൻ്റെ ഉള്ളിൽ തനിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ എപ്പോഴും അയാൾക്ക് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെക്കുറിച്ച് പൊങ്ങച്ചം പറയുമ്പോഴും താൻ വലിയവനാണ് എന്നുള്ള രീതിയിൽ, താൻ എന്തൊക്കെയോ ആണ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴും തൻ്റെ ഉള്ളിൽ താൻ എന്ന് പറയുന്ന ആൾ ഒന്നുമല്ല എന്നുള്ളൊരു ബോധം എപ്പോഴൊക്കെയോ അയാൾക്കുണ്ട്. ഹി ഓഫൺ ബിഹേവ്സ് ഇൻ ഫണ്ണി ഓർ സില്ലി വേയ്സ്. പല സമയത്തും ഫണ്ണി ആയിട്ടും സില്ലി ആയിട്ടൊക്കെ അദ്ദേഹം പെരുമാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു അധ്യാപകനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി എങ്ങനെയാണ്, എന്താണ്? ഹി ലിവ്സ് വിത്ത് ഹിസ് ക്വൈറ്റ് ആൻഡ് പേഷ്യൻ്റ് വൈഫ്. അപ്പോൾ വളരെ ക്വൈറ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിട്ടുള്ള തൻ്റെ വൈഫിൻ്റെ കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ താമസം. ആൻഡ് ദേ ഡു നോട്ട് ഫൈറ്റ് മച്ച് ബട്ട് ദേ ഡു നോട്ട് ഷോ ഇമോഷൻസ് ഓപ്പൺലി. അതായത് അവർ പരസ്പരം അങ്ങനെ വഴക്കടിക്കാറൊന്നും ഇല്ല, പക്ഷേ സ്നേഹപ്രകടനങ്ങൾ എക്സ്പ്രസ് ചെയ്യാറുമില്ല. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോവുകയാണ്. ദേ ഡു നോട്ട് ഷോ ഇമോഷൻസ് ഓപ്പൺലി. ഇമോഷൻസ് ഒന്നും ഓപ്പണായിട്ട് അവർ കാണിക്കുന്നുമില്ല, നേരെ മറിച്ച് വഴക്കടിക്കുന്നുമില്ല. ആ രീതിയിലാണ് അവർ പോകുന്നത്. ദെയർ ഹൗസ് ഈസ് പീസ്ഫുൾ ബട്ട് എ ലിറ്റിൽ ബോറിംഗ് ആൻഡ് ഓൾഡ് ഫാഷൻഡ്. അവരുടെ വീടെന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വീടാണ്, പക്ഷേ കുറച്ച് ലിറ്റിൽ ബോറിംഗ് ആണ്, ഒരു ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ളൊരു ഹൗസാണത്. ദെൻ സെൻസെ ഓഫൺ കംപ്ലൈൻസ് എബൌട്ട് സ്മോൾ തിങ്സ് എറൗണ്ട് ദ ഹൗസ്. വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പരാതി പറഞ്ഞ് നടക്കുന്നൊരു കഥാപാത്രമാണ് ഇതിൽ സെൻസെ. വിസിറ്റേഴ്സ് സ്റ്റാർട്ട് കമ്മിങ്. മെനി ഓഫ് സെൻസെയ്സ് ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ആൻഡ് നൈബേഴ്സ് വിസിറ്റ് ഹിസ് ഹോം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും സ്റ്റുഡൻസും അതുപോലെ തന്നെ നൈബേഴ്സും ഒക്കെ വീട്ടിലേക്ക് വരാറുണ്ട്. They talk about different topics like love, money, pride, education, Western culture, science and even nonsense gossip. അപ്പോൾ അവരുടെ സംസാര വിഷയം എന്ന് പറയുന്നത് പലതുമാണ്. ചിലപ്പോൾ പ്രണയത്തിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ക്യാഷിനെ കുറിച്ചാവാം, പ്രൈഡിനെ കുറിച്ച്, എഡ്യൂക്കേഷനെ കുറിച്ച്, വെസ്റ്റേൺ കൾച്ചറിനെ കുറിച്ച്, സയൻസിനെ കുറിച്ച്, എന്തിന് നോൺസെൻസ് ആയിട്ടുള്ള ഗോസിപ്പ് വരെ അവർ സംസാരിക്കാറുണ്ടെന്ന് പറയുകയാണ്. മോസ്റ്റ് ഓഫ് ദം ആക്ട് ഇൻ്റലക്ച്വൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതിലുള്ള പല ആൾക്കാരും ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുദ്ധിജീവികളെ പോലെയൊക്കെ പെരുമാറെങ്കിൽ പോലും ബട്ട് ദെയർ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഡോണ്ട് മാച്ച്. നോക്കിയാൽ അവരുടെ വേർഡ്സും ആക്ഷൻസും അതുമായിട്ട് അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. ദെയർ കോൺവെർസേഷൻസ് ആർ ഹ്യൂമറസ്. അവരുടെ സംസാരം എപ്പോഴും ഭയങ്കര ഫണ്ണി ആയിട്ടൊരു ഹ്യൂമറസ് ആയിട്ടാണ്. ആൻഡ് സംടൈംസ് മീനിങ്ലെസ്. പല സമയത്തും അർത്ഥമില്ലായ്മയാണ് അവരുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പൂച്ച നോക്കിക്കാണുന്ന അല്ലെങ്കിൽ പൂച്ചയുടെ ഒബ്സർവേഷനിൽ കാണുന്ന കാര്യങ്ങളാണ്. പൂച്ച മനസ്സിലാക്കുകയാണ് ഈ മനുഷ്യനെക്കുറിച്ചും ഈ മനുഷ്യരെക്കുറിച്ചും. അപ്പോൾ മീനിങ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടും അതേപോലെ തന്നെ ഇൻ്റലക്ച്വലൊക്കെയാണ് എന്ന് അഭിനയിക്കുമെങ്കിൽ പോലും അതല്ലാതെ എന്താ പറയുക, വേർഡ്സും ആക്ഷൻസും അതിനോട് നീതി പുലർത്താതെ പോകുന്ന ഒരു വിഭാഗമായിട്ടും ഒക്കെ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യരെ ഈ പൂച്ച സാർ കാണുകയാണ്. കാറ്റ് ഒബ്സർവ്സ് എവ്രി വൺ. പൂച്ച എല്ലാതും ഒബ്സർവ് ചെയ്യുകയാണ്. ദ കാറ്റ് സ്റ്റേസ് സൈലൻറ്റ്, ലിസൺസ് ആൻഡ് വാച്ചസ് ഓൾ ദീസ് പീപ്പിൾ. അപ്പോൾ ഈ കാറ്റ് സൈലൻ്റായി നിന്നുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ ആൾക്കാർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുകയാണ്. ഇറ്റ് നോട്ടീസസ് ദെയർ ഈഗോ, ലൈസ്, ജലസി, പ്രിറ്റൻഷൻ ആൻഡ് വീക്ക്നെസ്. അപ്പോൾ അവരുടെ വീക്ക്നെസ്സും അവരുടെ പ്രിറ്റൻഷൻ, അവരുടെ നാട്യങ്ങളും അസൂയയും ഈഗോയും നുണകളും ഒക്കെ ഈ പൂച്ച ശ്രദ്ധിക്കുകയാണ്. ദ കാറ്റ് മേക്സ് ഫണ്ണി കൊമെൻറ്റ്സ് ഇൻ ഇറ്റ്സ് മൈൻഡ് അബൌട്ട് ദെയർ ബിഹേവിയർ. അപ്പോൾ അവരുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടൊക്കെ ഫണ്ണി ആയിട്ടുള്ള കൊമെൻറ്റ്സുകളൊക്കെ പൂച്ച തൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. ഈവൻ വെൻ ദേ ഡിസ്കസ് ബിഗ് ഐഡിയാസ് ദ കാറ്റ് ഫീൽസ് ദേ ലാക്ക് റിയൽ വിസ്ഡം. അപ്പോൾ അവർ വലിയ വലിയ ഐഡിയാസ്, വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൂച്ചയ്ക്ക് അതൊക്കെ വളരെയധികം നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. ദ ലാക്ക് റിയൽ വിസ്ഡം. ശരിക്കുള്ള വിസ്ഡം അവർക്ക് അറിയില്ല, ഈ മനുഷ്യർക്ക് അറിയില്ല എന്ന് പൂച്ച പറയുകയാണ്. സ്ട്രേഞ്ച് ആൻഡ് ഫണ്ണി ഇവൻറ്റ്സ്. Sensei tries to prove he is superior in different situations, but results are often comic. അപ്പോൾ സെൻസെ താൻ വലിയവനാണ്, താനാണ് സുപ്പീരിയർ എന്ന് കാണിക്കാനായിട്ട് പല സിറ്റുവേഷൻസിലും പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം കോമിക്കായിട്ട് മാറുകയാണ്.
ഒരു പരിഹാസ കഥാപാത്രമായിട്ട് അദ്ദേഹം മാറുകയാണ്. വൺ ഫ്രണ്ട് ഷോസ് ഓഫ് ഹിസ് വെൽത്ത്. പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കരമായിട്ട് താൻ ധനികനാണ്, സമ്പന്നനാണ്, ആ രീതിയിൽ ഷോ ഓഫ് ചെയ്യുന്നൊരു ഫ്രണ്ട്. അനദർ സ്പീക്സ് ബിഗ് ഫിലോസഫീസ്. മറ്റൊരു ഫ്രണ്ട് വലിയ വലിയ ഫിലോസഫീസൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഇതൊക്കെ ഓർക്കുക, ഇതൊക്കെ പൂച്ചയുടെ പെർസ്പെക്റ്റീവിൽ പൂച്ച കാണുന്ന കാര്യങ്ങളാണ്. ബട്ട് ബിഹേവ്സ് ഫൂളിഷ്. അപ്പോൾ താൻ വലിയ ഫിലോസഫറാണ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ വലിയ ഫിലോസഫിയൊക്കെ സംസാരിച്ച് നടക്കുന്ന ഒരുത്തൻ. പക്ഷേ അവൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് വിഡ്ഢിയെ പോലെയാണ്. പിന്നെ അതുപോലെ തന്നെ സം ഗസ്റ്റ് ഗോസിപ്പ് അബൌട്ട് അതേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്കസിങ് വാട്ട് റിയലി മാറ്റേഴ്സ്. പലരെക്കുറിച്ചും ഗോസിപ്പൊക്കെ പറഞ്ഞ് അപവാദങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന കുറേ പേര്. ദ ഹൗസ് ബിക്കംസ് എ സ്മോൾ തിയേറ്റർ ഓഫ് ഹ്യൂമൻ അബ്സേർഡിറ്റി. അപ്പോൾ ഈ ഒരു വീട്, പൂച്ചയുടെ വീക്ഷണകോണിൽ ഈ ഒരു വീടെന്ന് പറയുന്നത് ഒരു തിയേറ്റർ പോലെയാണ്. ഒരു എന്താ പറയുക, ഹ്യൂമൻ അബ്സേർഡിറ്റിയാണ് അവിടെ പെർഫോം ചെയ്യപ്പെടുന്നതെന്ന് പറയുകയാണ്. അബ്സേർഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നത്തിങ്, മീനിങ്ലെസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. ദെൻ റൊമാൻറ്റിക് ആൻഡ് സോഷ്യൽ കൺഫ്യൂഷൻ. എ സ്റ്റുഡൻറ്റ് ഓർ അക്വൈൻറ്റൻസ് ട്രൈസ് ടു ടോക്ക് അബൌട്ട് ലവ് ബട്ട് ഗെറ്റ്സ് കൺഫ്യൂസ്ഡ്. മറ്റൊരു വ്യക്തി പ്രണയത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആകെ എന്താ പറയുക, ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആയിട്ട് മാറുകയാണ്. ഒന്നിനെക്കുറിച്ചും കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അറിയാനായിട്ട് പറ്റുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെയോ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, പക്ഷേ മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല. ഡിസ്കഷൻസ് അറൗണ്ട് മാരേജ്, ബ്യൂട്ടി ആൻഡ് മണി റിവീൽ ഹൗ സൊസൈറ്റി ജഡ്ജസ് പീപ്പിൾ ബൈ സ്റ്റാറ്റസ്. അപ്പോൾ പല ഡിസ്കഷൻസും അവിടെ നടക്കുന്നുണ്ട്. ഡിസ്കഷൻസ് അറൗണ്ട് മാരേജിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്, ബ്യൂട്ടി, മണി, റിവീൽ. അപ്പോൾ ഇതൊക്കെ വെളിവാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ സൊസൈറ്റി ജഡ്ജസ് പീപ്പിൾ ബൈ സ്റ്റാറ്റസ്. അതായത് ആൾക്കാരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ജഡ്ജ് ചെയ്യുന്നത്, സ്റ്റാറ്റസും കാര്യങ്ങളും വെച്ച് ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇവരുടെയൊക്കെ ഈ പറയുന്ന ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. ഈ വീട്ടിലേക്ക് കൂടുന്ന ആൾക്കാരുടെ ഡിസ്കഷൻസ്. Then many characters reflect the fake pride of educated society in those days. അതായത് പല ആൾക്കാരും എന്താ പറയുക, പൊയ്മുഖങ്ങൾ അണിഞ്ഞവരാണെന്ന് പറയുകയാണ്. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, ഫേക്ക് ക്യാരക്ടേഴ്സാണ്. അവർക്കൊന്നും ഒരു ഒറിജിനൽ ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് പറയുകയാണ്. അതിലുള്ള Many characters reflect the fake pride of educated society in those days. അപ്പോൾ താൻ എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ള ഒരു പൊയ്മുഖം അണിഞ്ഞുകൊണ്ട്, പക്ഷേ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാളെ പോലെയല്ല അവർ പെരുമാറുന്നത്. അപ്പോൾ ഒരു കപട നാട്യം, അതല്ലെങ്കിൽ ഒരു പൊയ്മുഖം അണിഞ്ഞുകൊണ്ടുള്ള ഒരു ഹ്യൂമൻ സൊസൈറ്റീനെ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, വരച്ച് കാണിക്കുന്നുണ്ട് ഈ ഒരു ഫിലിം. ഇതൊക്കെ പൂച്ചയുടെ വീക്ഷണകോണിൽ, പൂച്ചയുടെ പേഴ്സ്പെക്റ്റീവിൽ കാണുന്ന കാര്യങ്ങളാണ്, പൂച്ച മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ്. Cat reflects philosophically. The cat begins to think deeply about human life. പൂച്ച മനുഷ്യരെക്കുറിച്ച് അങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ്, ഫിലോസഫിക്കലി. ആൻഡ് ഇറ്റ് വണ്ടേഴ്സ് വൈ ഹ്യൂമൻസ് ആക്ട് സോ പ്രൗഡ് വെൻ ദേ ആർ ആക്ച്വലി വീക്ക്. അതായത് പൂച്ച അതിശയിക്കുകയാണ്, എന്തിനാണ് ഇവരിങ്ങനെ അഭിനയിക്കുന്നത്? ഇവർ വീക്കാണ് എന്നിട്ട് പോലും ഇവർ സ്ട്രോങ് ആവുന്നത് പോലെ, സ്ട്രോങ് ആയിട്ടുള്ള പോലെ, പ്രൗഡായിട്ടുള്ള പോലെ അഭിനയിക്കുന്ന കാര്യം അതെന്തിനാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇറ്റ് റിയലൈസസ് ഹ്യൂമൻസ് വിയർ മാസ്ക് ആൻഡ് റയർലി ഷോ ദെയർ റിയൽ ഫീലിങ്സ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുകയാണ്, പലപ്പോഴും മനുഷ്യർ ഒരു മാസ്ക് ഇട്ടാണ് ജീവിക്കുന്നത്, അതിനകത്താണ് അവരുടെ റിയൽ ആയിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത്. അത് അപൂർവമായിട്ട് മാത്രമേ കാണുള്ളൂ. The cat feels a small sadness along with humor while narrating this. അപ്പോൾ ഇതൊക്കെ നെറേറ്റ് ചെയ്യുന്ന സമയത്ത് the cat feels a small sadness along with the humor while narrating this. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ നമുക്ക് നെറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ഫുൾ നെറേഷനും ഒരു ഫണ്ണായിട്ടോ കോമിക്കായിട്ടോ അല്ല പോകുന്നത്. ഇവിടേക്ക് ഒരു സാഡ്നെസ്സും മറഞ്ഞ് മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. Sensei's ego is exposed again and again. Every time Sensei tries to stand tall socially, something happens that shows his real self funny, imperfect and very human. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം എപ്പോഴും ഒരു സുപ്പീരിയർ, ഞാനാണ് സുപ്പീരിയർ, അല്ലെങ്കിൽ തൻ്റെ ഈഗോ അതൊക്കെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എവറി ടൈം സെൻസി ട്രൈസ് ടു സ്റ്റാൻഡ് ടോൾ സോഷ്യലി, സംതിങ് ഹാപ്പൻസ് ദാറ്റ് ഷോസ് ഹിസ് റിയൽ സെൽഫ് ഫണ്ണി. പക്ഷേ അയാളുടെ ഒരു റിയൽ സെൽഫ് എന്ന് പറയുന്നത് പലപ്പോഴും വെളിവാകുന്നത് ഫണ്ണി ആയിട്ടും ഇംപെർഫെക്റ്റ് ആയിട്ടൊക്കെയാണ്. ആൻഡ് വെരി ഹ്യൂമൻ. ഹി സ്കോൾസ് അതേഴ്സ് ബട്ട് കനോട്ട് സോൾവ് ഹിസ് ഓൺ ഇഷ്യൂസ്. മറ്റുള്ള പല ആൾക്കാരെയും ചീത്ത പറഞ്ഞും വഴക്കിട്ടും ഒക്കെ അദ്ദേഹം നടക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ, പല ഇഷ്യൂസും സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല.
ഹി ലോവ്സ് അറ്റ് അതേഴ്സ് ബട്ട് ഡസ് നോട്ട് സീ ഹിസ് ഓൺ ഫ്ലോസ് അണ്ടിൽ ലേറ്റ്. അപ്പോൾ മറ്റുള്ള പല ആൾക്കാരെയും അല്ലെങ്കിൽ അവരിലുള്ള കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷേ ഇയാളുള്ള കുറ്റം ഇയാൾ കാണുന്നില്ല. ഹി ലോവ്സ് അറ്റ് അതേഴ്സ്, മറ്റുള്ള പല ആൾക്കാരെയും കളിയാക്കി ചിരിക്കുന്നുണ്ട്, ബട്ട് ഡസ് നോട്ട് സീ ഹിസ് ഓൺ ഫ്ലോസ് അണ്ടിൽ ലേറ്റ്. തൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ തന്നെ ആൾക്കാർ കാണുമ്പോൾ ചിരിക്കാനുള്ള വകുപ്പ് എവിടെയൊക്കെയാണുള്ളത്, ഇതൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. ദിസ് കീപ്സ് ദ ഫിലിം എൻ്റർടൈനിങ്. ആൻഡ് ഫൈനലി ദ എൻഡിങ് നോട്ട്. The movie does not have one dramatic ending scene like modern movies. ഒരു മോഡേൺ മൂവീസിലൊക്കെ ഉള്ളത് പോലെ ഒരു ഡ്രാമാറ്റിക് എൻഡിങ് സീനൊന്നും ഈ സിനിമയിൽ ഇല്ല. ഇറ്റ് എൻഡ്സ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് എ കാറ്റ്സ് ജേർണി ലിവിങ് വിത്ത് ഹ്യൂമൻസ്. ഈ പൂച്ച ഈ മനുഷ്യരുമൊത്ത് ഉള്ള ആ ഒരു പ്രയാണം, ആ ഒരു യാത്ര, ആ ഒരു ജീവിതം, അതാണ് ഇതിൽ കാണിക്കുന്നതും ഇത് അവസാനിക്കുമ്പോഴും അതിനെക്കുറിച്ചാണ് പറയുന്നതും. The cat tells us that humans are both silly and lovable. മനുഷ്യരെന്ന് പറയുന്നത് വളരെ സില്ലിയാണ്, ലവബിളാണ്, വീക്കാണ്, പ്രൗഡാണ്, വൈസാണ്, അതുപോലെ തന്നെ പല സമയത്തും അൺവൈസാണ്. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പൂച്ച മനുഷ്യരെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നതും. The tone remains philosophical, funny, calm and sarcastic till the end. ഈ സിനിമ അവസാനിക്കുമ്പോഴും ഇതിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ഫിലോസഫിക്കലായിട്ട്, ഫണ്ണി ആയിട്ട്, വളരെയധികം കാമായിട്ട്, സർക്കാസ്റ്റിക്കായിട്ട്, ഒരു പരിഹാസ രൂപേണ അവസാനിക്കുന്നു. എന്താണ് ഈ സിനിമയുടെ മെയിൻ മെസ്സേജ്? ഹ്യൂമൻസ് ആർ നോട്ട് ആസ് പെർഫെക്റ്റ് ഓർ വൈസ് ആസ് ദേ ഇമാജിൻ. മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾ പറയാറ് ഒംനിപോട്ടൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. അതായത് മനുഷ്യർക്ക് ഒത്തിരി വീക്ക് പോയിൻറ്റ്സുകളുണ്ട്. മനുഷ്യരെന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നൊന്നുമല്ല. ഒത്തിരി ഇംബാലൻസ്, ഇംപെർഫെക്റ്റ് മനുഷ്യരിലുണ്ട്. പക്ഷെ മനുഷ്യർ ഞാനാണ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ വിചാരിച്ച് നടക്കുന്നു. സോ ഹ്യൂമൻസ് ആർ നോട്ട് ആസ് പെർഫെക്റ്റ് ഓർ വൈസ് ആസ് ദേ ഇമാജിൻ. അപ്പോൾ മനുഷ്യർ അവർ ചിന്തിക്കുന്നത് പോലെ അത്ര വലിയ പെർഫെക്റ്റോ അത്ര വലിയ ബുദ്ധിജീവികളോ ഒന്നും അല്ല. റിയൽ ട്രൂത്ത് സംടൈംസ് കംസ് ഫ്രം സൈലൻറ്റ് ഒബ്സർവേഴ്സ് ലൈക്ക് ആനിമൽസ്, നോട്ട് ലൗഡ് സ്പീക്കേഴ്സ്. അപ്പോൾ ശരിക്കുള്ള സത്യം വരുന്നത് സംടൈംസ് കംസ് ഫ്രം സൈലൻറ്റ് ഒബ്സർവേഴ്സ്, ഈ മനുഷ്യരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൈലൻ്റ് ആയിട്ടുള്ള കുറേയധികം ഒബ്സർവേഴ്സ് ലൈക്ക് ആനിമൽസ്. ഓക്കെ, അപ്പോൾ അവരിൽ നിന്നൊക്കെ ഈ സത്യം പലപ്പോഴും പുറത്തു വരും എന്ന് പറയുകയാണ്. നോട്ട് ലൗഡ് സ്പീക്കേഴ്സ്, ഉറക്കെ പറയുന്നവരത് പറയണമെന്നില്ല മനുഷ്യൻ്റെ പോരായ്മകൾ, പക്ഷേ സൈലൻറ്റ് ഒബ്സർവേഴ്സ് ചിലപ്പോൾ അത് അവർ മുഖേന പുറത്തു വരും എന്ന് പറയുകയാണ്. പ്രൈഡ് ആൻഡ് ഇൻ്റലിജൻസ് ആർ നോട്ട് ദ സെയിം ആസ് റിയൽ വിസ്ഡം. പ്രൈഡും ഇൻ്റലിജൻസും എന്തല്ല എന്ന് പറയുകയാണ്, അത് അല്ല റിയൽ ആയിട്ടുള്ള വിസ്ഡം എന്ന് പറയുന്നത്, അതിനും അപ്പുറത്തേക്കാണ്. അപ്പോൾ പ്രൈഡ്, അതുപോലെ തന്നെ കുറച്ച് ഇൻ്റലിജൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, കുറച്ച് ഈഗോ, അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നൊരു സിനിമയാണ് ഇത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പൂച്ച സാറാണ്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട്, അതിന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട്, നെറേറ്റ് ചെയ്തുകൊണ്ട്, ഹ്യൂമറസ് ആയിട്ട് പക്ഷേ സറ്റാരിക്കലായിട്ടും അതേപോലെ തന്നെ ഫിലോസഫിക്കലായിട്ടും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് പ്ലോട്ടിനെ കൊണ്ടുപോകുന്ന ഒരു കൊച്ചു സിനിമയാണ് ഐ ആം എ കാറ്റ്. So students, hope you understood. Anyway, bye all. Thank you.